കല്യാണപ്പല്ലക്ക്. ഒരു വേള ഗായത്രിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതായിപ്പോയി മഹേഷ്. ഗായു, അവൻ പതിയെ വിളിച്ചു. മുഖമുയർത്തി അവനെ നോക്കാതെ തന്നെ അവൾ ഒന്ന് മൂളി. അതീവ ദുഃഖത്തോടെ ഇരിക്കുന്ന അവളോട് ഇനി എന്തു പറയണമെന്നറിയാതെ മഹിയും മൗനം പാലിച്ചു. അതേസമയം വേണുമാഷ്ട മൂത്ത മകൾ ആർക്കൊപ്പമോ ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത നാട്ടൊടുക്ക് കാട്ടുതീ പോലെ പടർന്നു. അറിഞ്ഞവർ അറിയാത്തവരോടായി പറഞ്ഞു. ഒടുവിൽ ആ വാർത്ത മഹേഷിന്റെ വീട്ടുകാരുടെ ചെവിയിലും വന്നെത്തിയിരുന്നു. കാര്യം അറിഞ്ഞപ്പോൾ മുതൽ അവർ മഹേഷിനെ നിർത്താതെ വിളിക്കുന്നുണ്ട്. എടി, അവൻ എങ്ങോട്ടാ പോയത്? ഏറെ നേരം മഹേഷിനെ വിളിച്ച് കിട്ടാണ്ടായതോടെ അവന്റെ അമ്മ ഗീത മഹിമയോട് ചോദിച്ചു. എവിടെയോ അത്യാവശ്യമായി പോകുവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലമ്മേ. വീട്ടിൽ നിന്നുള്ള ഓരോരുത്തരുടെയും കോളുകൾ തന്റെ ഫോണിലേക്ക് മാറി മാറി വരുന്നത് കണ്ട് മഹേഷിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഇതിനോടകം വീട്ടുകാരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് അവനും യാതൊരു എത്തുംപിടിയും ഉണ്ടായിരുന്നില്ല. ഒടുക്കം രണ്ടും കൽപ്പിച്ച് അച്ഛന്റെ കോളെടുത്തവൻ തങ്ങളുടെ സംസാരം ആരും കേൾക്കണ്ടല്ലോ എന്ന് കരുതി ആശുപത്രി വരാന്തയുടെ അങ്ങേ തലയ്ക്കൽ പോയി നിന്ന് മഹേഷ് സംസാരിച്ചു തുടങ്ങി. മോനെ, ആ കുട്ടി വേണുമാഷിന്റെ മൂത്ത കുട്ടിയില്ലേ ഗംഗ, അത്. മാധവൻ കാര്യം പറയാൻ വിഷമിക്കുന്നത് മനസ്സിലാക്കിയതും മഹേഷ് പറഞ്ഞു തുടങ്ങി. ഞാൻ അറിഞ്ഞച്ചാ കാര്യങ്ങളെല്ലാം. അതാ കുട്ടി എവിടേക്കാണ് പോയതെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ സംഭവം അറിഞ്ഞപ്പോൾ മാഷിക്കൊരു നെഞ്ചുവേദന. അദ്ദേഹത്തെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അല്പം നടുക്കത്തോടെയായിരുന്നു മാധവൻ ആ വാർത്ത കേട്ടത്. അയ്യോ, മാഷിക്ക് എന്താ പറ്റിയേ? അറിയില്ലച്ചാ, ഞാൻ ദാ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നീ ഹോസ്പിറ്റലിലുണ്ടോ? ഉണ്ടച്ചാ. എങ്കിൽ ശരി, ഞാനും ദീപക്കും കൂടി പെട്ടെന്ന് അവിടേക്ക് വരാം. വേണ്ടച്ചാ, നിങ്ങളെല്ലാവരും കൂടി ഓടിപ്പിടിച്ച് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെയൊക്കെ ഫേസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. അതിനുശേഷം വന്നാൽ മതി. നമ്മളിനി എന്ത് ചെയ്യും മോനെ? പെട്ടെന്ന് മാധവൻ ചോദിച്ചതും മഹേഷിനും ഉത്തരമില്ലാതായിപ്പോയി. സാരമില്ലച്ചാ, അതിനൊക്കെ എന്തേലും വഴിയുണ്ടാക്കാം. തൽക്കാലം മാഷിന്റെ ജീവന് ഒരാപത്തില്ലെന്നറിയുന്നതുവരെ അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഉചിതമായ അവന്റെ ആ തീരുമാനം കേട്ടപ്പോൾ മാധവന് തന്റെ മകനെ ഓർത്ത് അഭിമാനം തോന്നി. ഇത്രയും വലിയൊരു പ്രതിസന്ധി പോലും അവൻ തളരാതെ സമയോചിതമായി ഇടപെടുന്നത് കാണുക അയാൾക്കും അല്പം ആശ്വാസം തോന്നി. അതേസമയം മഹേഷിന്റെ വീട്ടിൽ ഗീതയും മഹിമയും മറ്റ് ബന്ധുജനങ്ങളും കൂടി ചേർന്ന് ഇനി മുന്നോട്ട് എന്തെന്നാലോചിച്ചു ഇരിക്കുകയാണ്. എന്ത് ഈ മഹിമ? ഇനി മഹിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. പാവം എന്റെ മോന് എന്തുമാത്രം ആഗ്രഹിച്ചതാ. ഗീത നെഞ്ചിൽ കൈവച്ച് കണ്ണീരോടെ പറഞ്ഞു. അമ്മ അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴാണെങ്കിൽ ഓരോരോ കുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാ ഈ പണി കാണിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കിയാൽ ഇവളിത്തിരി മുന്നേ പോയത് നന്നായിന്ന് കരുതിയ പോരെ. അല്ലെങ്കിൽ തന്നെ മറ്റൊരുത്തനെ മനസ്സിലിട്ടുകൊണ്ട് അവൾ മഹേഷിനെ വിവാഹം കഴിക്കുന്നതിലും എത്രയോ നല്ലതായത്. മഹിമയുടെ വാക്കുകൾ കേട്ടതും ഗീതയുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ നിറഞ്ഞു വന്നു. വൈകുന്നേരം ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും നിറഞ്ഞ വീട് നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ശോകമൂകമായി. ഓരോരുത്തരായി അവിടെയൂടെ മാറിയിരുന്നു കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. മാധവനോട് ഫോണിൽ സംസാരിച്ച് തിരികെ കസേരയിലേക്ക് മടങ്ങി വന്നിരിക്കാൻ തുടങ്ങിയ മഹേഷ് ഷാജി ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. പെട്ടെന്ന് മഹേഷിനെ ഇവിടെ കണ്ടതും ഷാജിയും അല്ലാണ്ടായി. അയാളുടെ ആ ഭാവവ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് മഹേഷ് അയാളുടെ കയ്യിൽ പിടിച്ചു. മറ്റൊന്നും ചോദിച്ചില്ല, മാഷിന്റെ കാര്യം മാത്രം. മാഷ്ക്ക് എങ്ങനെയുണ്ട്? ശ്യാമളയും മറ്റെല്ലാവരും തങ്ങളെ നോക്കുന്നു കണ്ടതും ഷാജി നോർമലായിട്ട് തന്നെ മഹേഷിനോട് സംസാരിച്ചു. മാഷിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്നത് കേട്ടതും ശ്യാമളയും ഗായത്രിയും വല്ലാത്തൊരു ആശ്വാസത്തോടെ ഇരുന്നു. ഗായത്രി പ്രാർത്ഥനയോടെ നെഞ്ചി കൈവച്ചുകൊണ്ട് നേരെ നോക്കിയത് മഹേഷിന്റെ മുഖത്തേക്കാണ്. അവൻ കണ്ണുകളൊന്ന് ചിമ്മിത്തുറന്ന് അവരെ സമാധാനിപ്പിച്ചു. മൗനമായി അവനെ നോക്കി ഒന്ന് തലകുലുക്കി ഗായു. ശേഷം ഷാജിയും മഹേഷും അല്പം മാറി നിന്നു. ശരിക്കും എന്തു പറ്റിയതാണ് മാഷ്ക്ക്? അത് ഏട്ടനൊരു നെഞ്ചുവേദന, ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്നത് കേട്ടതും മഹേഷും അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. ഈശ്വര, അവൻ ദൈവത്തെ വിളിച്ചു. പക്ഷെ കുഴപ്പമില്ല,
പേടിക്കാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കെപ്പോഴോ ബോധം വന്നപ്പോൾ മാഷ് ആകെ ചോദിച്ചത് മഹേഷിനെ ഒന്ന് കാണാൻ പറ്റുമോന്നാണ്. കുറച്ചു മുമ്പ് ഡോക്ടറാണത് പറഞ്ഞത്. അതിനെന്താ, ഞാൻ മാഷെ കയറി കാണാം. ഞാൻ സമാധാനിപ്പിക്കാം. വിവാഹത്തേക്കാൾ ഒക്കെ വലുത് മാഷിന്റെ ജീവൻ തന്നെയാണ്. ആദ്യം മാഷ്ക്ക് ഭേദമാവട്ടെ. മഹേഷ് അത് പറഞ്ഞതും ഷാജി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി കൈകൂപ്പി. ആ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു മഹേഷ്. മഹേഷ് കാണാൻ സമ്മതിച്ച വിവരം ഷാജി ഡോക്ടറോട് അറിയിച്ചതിനെ തുടർന്ന് മഹേഷിനെ മാത്രം മാഷെ കയറി കാണാൻ അവസരം കിട്ടി. തളർന്നു മയങ്ങിക്കിടക്കുന്ന മാഷിന്റെ അരികിലേക്ക് അവൻ വന്നു. പതിയെ ബെഡിലേക്ക് നിവർത്തി വെച്ചിരുന്ന അയാളുടെ കൈകളിലേക്ക് പിടിച്ചു. നിറക്കണ്ണുകളോടെ മാഷ് മഹേഷിനെ നോക്കി. മാഷ് എന്തിനാ കരയുന്നത്? മാഷ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതിന്റെ പേരിൽ എനിക്ക് ആരോടും യാതൊരു പരിഭവവും പരാതിയുമില്ല. അതൊന്നും ഓർത്ത് മാഷ് ദയവീത് വിഷമിക്കരുത്. എന്നാലും എനിക്ക് നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതെ പോയല്ലോ. തൽക്കാലം വാക്കൊക്കെ ഇവിടെ നിൽക്കട്ടെ. മാഷിന്റെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രധാനം. മാഷ് അധികം സ്ട്രെയിൻ ചെയ്ത് ആരോഗ്യം ഇല്ലാണ്ടാക്കരുത്. മഹേഷ് കരുണയോടെ പറഞ്ഞുകൊണ്ട് പതിയെ പുറത്തേക്കിറങ്ങി. മഹേഷ് ഐസിയുവിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നതും ഗായത്രി ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ എന്തു പറഞ്ഞു മഹേഷ് ഏട്ടാ? മാഷ് ഓക്കെയാണ്, എന്നോട് സംസാരിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ ഗായത്രിയെ ആശ്വസിപ്പിച്ചു. അവൾക്കും അപ്പോഴാണ് സമാധാനമായത്. ഗായത്രി കസേരയിലിരിക്കുന്ന ശ്യാമളയ്ക്കടുത്തേക്ക് ചെന്നു. അതേ സമയത്താണ് ഷാജി അവിടേക്ക് വന്നത്. എടുത്തി, ഞാനൊരു കാര്യം പറയട്ടെ. ഷാജി മുഖവരോടുകൂടി സംസാരിച്ചു തുടങ്ങിയതും ശ്യാമള ഷാജിയെ നോക്കി. ഡോക്ടർ പറഞ്ഞതേ ഇവിടെ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമില്ല. ആരെങ്കിലും അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ പേർ നിന്നാൽ മതിയെന്നാണ്. എന്തായാലും ഞാനും മഹേഷും ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് വെക്കൂ. വേണ്ട ഷാജി, മാഷെ ഇവിടെ തനിച്ചാക്കിയിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ട. അതെ കൊച്ചച്ച, അച്ഛനില്ലാതെ ഞാനും വീട്ടിലേക്ക് പോവില്ല. എന്താ ഗായു ഇത്? മോൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മയെ കുട്ടി നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകും. ചെല്ല്. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമല്ലോ. അതുമല്ല, ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു മാഷ്ക്ക് പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവുകയാണെങ്കിൽ നാളത്തേക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നിങ്ങനെ ഇവിടെ എല്ലാവരും കൂടി നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഗായത്രി ആലോചനയോടെ പറഞ്ഞു. ഒരെന്നാലും ഇല്ല, നിങ്ങൾ എല്ലാവരും എഴുന്നേക്ക്. ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. എന്നിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയിക്കോ. കൊച്ചച്ച, ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. പെട്ടെന്നായിരുന്നു മഹേഷ് അത് പറഞ്ഞത്. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മാഷെ അവിടെ തനിച്ചാക്കി ഗായത്രി ശ്യാമളയും വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചില്ല. മഹേഷിന്റെ കാറ് അവരുടെ വീട്ടുമുറ്റത്തെത്തിയതും എല്ലാവരും ഇറങ്ങി. ഗായത്രി മാത്രം മഹേഷിനോട് എന്തോ പറയാനായി പരുങ്ങി പരുങ്ങി അവിടെ തന്നെ നിന്നു. എന്താ ഗായു, എന്തെങ്കിലും പറയാനുണ്ടോ? അവളുടെ ആ നിൽപ്പ് കാണിക്കെ വളച്ചുവത്തിൽ ഒന്നുമില്ലാതെ മഹേഷ് ചോദിച്ചു. അത് ചേട്ടാ, ചേച്ചി. അത് പറയുമ്പോൾ അവൾ അറിയാതൊന്ന് വിങ്ങിപ്പോയി. അതുകൊണ്ടാ അച്ഛൻ. ബാക്കി പറഞ്ഞ് പൂർത്തിയാവാനാവാതെ അവൾ മുഖം കുനിച്ചു പിടിച്ചു. തൽക്കാലം മോൾ അതൊന്നോർത്ത് വിഷമിക്കണ്ട. ചേച്ചി അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാനല്ലേ പോയത്. അതിലിപ്പോ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അമ്മയോട് പറയണം കേട്ടോ. ഗായത്രി മഹേഷിനെ നോക്കി തലകുലുക്കി. അപ്പോഴേക്കും തന്നെ മഹേഷിന്റെ കാറ് ആ മുറ്റം വിട്ട് അകന്നിരുന്നു. തിരികെ പോകും വഴി എല്ലാവരെയും സമാധാനിപ്പിക്കും വിധം ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. വിവാഹത്തിനെന്ന് പറഞ്ഞ് നാട് നീളെ ആളുകളെ ക്ഷണിച്ചിട്ട് ഒടുക്കം വിവാഹം നടന്നില്ലെങ്കിലുള്ള അവസ്ഥ അവൻ ആലോചിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആശുപത്രിയിലേക്ക് പോകാതെ അവൻ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ്. പെട്ടെന്ന് മഹേഷിനെ അവിടെ കണ്ടതും എല്ലാവരും വന്ന് അവനെ പൊതിഞ്ഞു. എങ്ങനെയുണ്ട് മഹേഷെ വേണുമാഷ്ക്ക്? മഹേഷിന്റെ അച്ഛൻ മാധവൻ അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ കുഴപ്പമില്ല അച്ഛാ. പെട്ടെന്ന് വന്നൊരു നെഞ്ചുവേദനയായിരുന്നു. മിക്കവാറും നാളത്തേക്ക് തന്നെ മാഷ്ക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ കയറി കണ്ട് സംസാരിച്ചു. ആള് ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യും മോനെ നമ്മൾ എന്ന് ചോദിച്ചുകൊണ്ട് ഗീത ഒരു കരച്ചിലിന്റെ വക്കിലെത്തി. അവർ അവന്റെ അടുത്തേക്ക് വന്നതും മഹി അവരെ പൊതിഞ്ഞു പിടിച്ചു. അവൻ പതിയെ അമ്മയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇനി എന്ത് ചെയ്യാനമ്മേ?
ആ കുട്ടി അവൾക്കിഷ്ടമുള്ള ആളുടെ ഒപ്പം പോയി. ഇനി നമ്മൾ കല്യാണം വിളിച്ചവരോടൊക്കെ തിരിച്ചു വിളിച്ചു പറയുക കല്യാണം നടക്കില്ലെന്നുള്ളത്. മഹേഷ് അത് പറഞ്ഞതും ഗീത അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമടർത്തി അവനെയൊന്ന് നോക്കി. എന്തായാലും വേണുമാഷ്ക്ക് പെണ്ണായിട്ട് ഒരാൾ മാത്രമല്ലല്ലോ ഉള്ളത്, വേറൊരാളും കൂടിയില്ലേ? ഗായത്രി, ആ കുട്ടിയെ നമുക്ക് നിനക്ക് വേണ്ടി ആലോചിച്ചാലോ മോനെ? പെട്ടെന്ന് ഗീത അത് ചോദിച്ചതും ഒരു ഞെട്ടലോടെ മഹേഷ് അവരെ നോക്കി. വന്നോന്ന് അമ്മയ്ക്ക് വിവേകം ഇല്ലാതായോ? അതൊരു കുട്ടിയല്ലേ? മഹേഷ് അത്ര താല്പര്യമില്ലാത്ത പോലെ ഗീതയെ നോക്കി. എന്തു കുട്ടി? PG ഫൈനൽ ഇയറിന് പഠിക്കുന്നതല്ലേ ഗായത്രി? അല്ലേ മഹിമേ? ഉറപ്പുവരുത്താൻ എന്ന പോലെ മഹേഷിന്റെ പെങ്ങൾ മഹിമയെ കൂടി നോക്കി ഗീത ചോദിച്ചു. അതെ അമ്മേ, 22 വയസ്സ്. എന്തായാലും 22 വയസ്സ് വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെയാ. നമുക്ക് ആ കുട്ടിയെ കൂടി ചോദിച്ചാലോ മാഷോട്? നീ എന്തൊക്കെയാ ഗീതയെ പറയുന്നേ? ഇപ്പോ അതൊക്കെ സംസാരിക്കാൻ പറ്റിയ സമയമാണോ? മാധവൻ ഗീതയോട് ചോദിച്ചു. പിന്നെ നാടൊട്ടൊക്കെ വിളിച്ചിട്ട് ഇനിയിപ്പോ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമോ? ഇരു വീട്ടിലും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതല്ലേ? ആഭരണം എടുത്തു, വസ്ത്രം എടുത്തു. എന്തായാലും ഈ വിവാഹം നടക്കണം മാധവേട്ട. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ ഇവന് മംഗല്യയോഗം ഇല്ല. അതറിയാമോ? ഒരു പെറ്റ വയറിന്റെ വേദന നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതും പറഞ്ഞ് കണ്ണീർ തുടിച്ചുകൊണ്ട് ഗീത അകത്തേക്ക് പോയപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിപ്പോയി മഹേഷ്. അവൻ ഓരോരുത്തരോടും എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്നതും മഹിമോന്നവന്റെ കയ്യിൽ പിടിച്ചു. ശേഷം അവനെ പതിയെ മുറിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അവൻ ചോദ്യഭാവത്തിൽ കൈ കെട്ടി നിന്നുകൊണ്ട് മഹിമയെ നോക്കി. അമ്മ പറഞ്ഞു തന്നെയാടാ എനിക്കും പറയാനുള്ളത്. ഗംഗയേക്കാൾ നല്ല കുട്ടിയുടെ ഗായു. അന്ന് പെണ്ണു കാണാൻ ചെന്നപ്പോ തന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഗായത്രിയാ. സംസാരിക്കാനും ആളുകളോട് ഇടപെടാനും ഒക്കെ നല്ലൊരു കുട്ടിയല്ലേ അവള്. എന്നാലും ചേച്ചി, ഞാനങ്ങനെ ഗായുവിനെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. തൽക്കാലം നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഗംഗയും നീയും വിളിയും പറച്ചിലും ഒന്നുമില്ലായിരുന്നു എന്ന് എനിക്കറിയാം. നമുക്ക് മാഷോട് ഗായത്രിയുടെ കാര്യം ചോദിക്കാം. മഹിമ മഹേഷിനോട് ചോദിച്ചു. ചേച്ചി, നിങ്ങളുടെയൊക്കെ ചിന്താഗതി എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. ഇത്രയും നാൾ ചേച്ചിയുടെ ഭർത്താവെന്ന് കരുതിക്കണ്ട ആളെ പെട്ടെന്ന് ഇങ്ങനെയാ കുട്ടി മറ്റൊരു സ്ഥാനത്ത് എങ്ങനെ കാണും? അതുമാത്രമാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ അവള്? അതൊക്കെ ശരി തന്നെ. പക്ഷെ നീ എന്തു പറയുന്നു? ഇതിൽ ഫൈനൽ ഡിസിഷൻ നിന്റേതാണ്. നിനക്ക് ഗായത്രിയെ ഭാര്യയെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപ്പറ്റി അച്ഛനോട് പറഞ്ഞ് മാഷിനോട് സംസാരിക്കാൻ പറയാം. ഒരു നിമിഷം എന്തുത്തരം പറയണമെന്നറിയാതെ മഹേഷ് നിന്നുപോയി. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവൻ. മാഷ്ക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് ഭേദമായതിനാൽ തന്നെ പിറ്റേ ദിവസം മാഷെ വീട്ടിൽ കൊണ്ടുവന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവരുടെയും. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ ഓരോ മൂലകളിലായി ഗായത്രിയും ശ്യാമളയും മാഷും. മാഷയെ വിഷമിപ്പിക്കുന്ന ഒന്നും സംസാരിക്കുകയോ അങ്ങനെ ഒരു തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ മാക്സിമം മാഷയെ സന്തോഷമായിട്ട് വെക്കാനാണ് ഗായത്രിയും ശ്യാമളയും നോക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. പലവിധ ചിന്തകളോടെ അവർ ആ ഹോളിലിരിക്കുന്ന നേരത്താണ് മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നത്. കാറിൽ നിന്ന് മാധവനും മഹേഷും ഗീതയും ദീപക്കും മഹിമയും അവരിറങ്ങിയത് കണ്ടതോടെ വേണുമാഷിന്റെ മുഖം കുനിഞ്ഞു. അവർ അകത്തേക്ക് കയറി വന്നു. കുനിച്ചു പിടിച്ച മുഖവുമായി മാഷ് അവരെ എതിരേറ്റു. എന്താ മാഷേ ഇത്? മഹേഷ് വന്ന് അയാളെ ചേർത്ത് പിടിച്ചു. മാഷ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ക്ഷമിക്കണം, മാഷ് മഹേഷിനെ നോക്കി പറഞ്ഞത് അവൻ അരുതെന്ന അർത്ഥത്തിൽ മാഷിന്റെ വാ പൊത്തി. മാഷ് ഒരിക്കലും അങ്ങനെ പറയരുത്. മകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരിക്കലും മാഷ് ഇനിയും എന്റെ മുമ്പിൽ ഇങ്ങനെ ചെറുതാവരുത്. മഹിമയും ഗീതയും നോക്കിയത് മുഴുവൻ ഗായത്രിയാണ്. ചുറുചുറുക്കുള്ള സംസാരത്തോടെ ചിരിച്ചും കളിച്ചും വാ പറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചു മാറ്റി ശ്യാമളയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഇരിക്കൂ എല്ലാരും. മാഷ് അവരെല്ലാവരെയും അത്ര നേരം നിൽക്കുന്ന കണ്ട് പറഞ്ഞു. ശ്യാമളെ,
മാഷ് വിളിച്ചതും കാര്യം മനസ്സിലായ പോലെ ശ്യാമള അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ഗീത എഴുന്നേറ്റ് വന്ന് ശ്യാമളയുടെ കൈ പിടിച്ചു. ശ്യാമളെ, നാളെയായിരുന്നു ഗംഗയുടെയും മഹേഷിന്റെയും വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് വേറൊന്നിനുമല്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്രയും ആളുകളെ വിളിച്ച് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതല്ലേ. അവർ പറഞ്ഞു തുടങ്ങിയതും കാര്യം മനസ്സിലാവാതെ ശ്യാമള അവരെ നോക്കി. ഞങ്ങൾ വന്നത് ഇപ്പോ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നറിയില്ല. എങ്കിലും ചോദിക്കുക, ഗായുവിനെ എന്റെ മഹേഷിന് തന്നൂടെ? അവന്റെ വധുവായിട്ട്, ഞങ്ങളുടെ മോളായിട്ട് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ഞെട്ടലോടെയാണ് മാഷും ശ്യാമളയും ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചത്. ഗായത്രിയാണെങ്കിൽ കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട ഭാവത്തിൽ തുറച്ചു നോക്കിയത് മഹേഷിന്റെ മുഖത്തേക്ക്. അവളുടെ ആ നോട്ടം നേരിടാനാവാതെ മഹേഷ് മുഖം കുനിച്ചു കളഞ്ഞു. സത്യം പറയാലോ, അന്നിവിടെ പെണ്ണു കാണാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആ കുട്ടിയാണ് ഇഷ്ടമായത്. പക്ഷേ മൂത്തയൊരാൾ നിൽക്കുമ്പോൾ ഇളയാളെ ചോദിക്കുന്നത് മര്യാദകേടായതുകൊണ്ട് മാത്രം അന്നങ്ങനെ ചെയ്തില്ല. ഗീത പറഞ്ഞു നിർത്തി. അല്പനേരം കഴിഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. മാഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. വേണുമാഷ് ശ്യാമളയെ നോക്കി. പിന്നെ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ഗായുവിനെയും. ഞാൻ ഈ കാര്യത്തിൽ എന്തഭിപ്രായം പറയാനാണ്? ഗായു, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അച്ഛാ, എനിക്ക് സമ്മതമാണ്. മാഷ് പറഞ്ഞു തുടങ്ങി പൂർത്തിയാക്കും മുമ്പേ ഗായത്രി കയറി പറഞ്ഞു. ചെറുചിരിയോടെയാണ് മഹേഷ് ഒഴികെയുള്ള മഹേഷിന്റെ കുടുംബാംഗങ്ങൾ ആ തീരുമാനത്തെ സ്വീകരിച്ചത്. മാഷും ശ്യാമളയും ഒരു ഞെട്ടലോടെ അവളെ നോക്കി. മോളെ. ഇടറിപ്പോയ മാഷിന്റെ വിളിയച്ച അവളുടെ കാതിൽ പതിഞ്ഞു. ശ്യാമളയുടെ പിന്നിൽ നിന്ന് ഗായു മാഷിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ മോളെ ഇത്? ജോലി കിട്ടിയിട്ടേ വിവാഹം കഴിക്കൂന്ന് പറഞ്ഞ നീ? വേണ്ട. അച്ഛന്റെ മുഖം രക്ഷിക്കാൻ എന്റെ കുട്ടി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, മാഷ് വേദനയോടെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലച്ചാ. തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ മഹേഷേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവസാന വാക്കുപോലെ അവൾ പറഞ്ഞു നിർത്തിയതും അവിടെ ആകമാനം നിശബ്ദത പടർന്നു. തുടരും.